എനിക്കൊരു അസുഖം ഉണ്ടെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. എനിക്ക് ആ ഡൈവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഓക്കെ ആ എസ് എന്നുള്ള സാധനം ഞാനൊരു നോ എഴുതി. ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 മീറ്റർ അങ്ങോട്ട് ആക്കിയപ്പോഴേക്ക് അപസ്മാരം ഇളകി. ഈ 40 മീറ്റർ എന്ന് പറയുന്നത് നോർമലി ഒരു മനുഷ്യന് പോകാൻ പറ്റുന്ന സ്കൂബയുടെ ഒരു പരിധി എന്ന് പറയുന്നത് 40 മീറ്റർ ആണ് നമ്മൾ പറയുന്നത്. ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ജോബാണ്. എനി ടൈം നമ്മുടെ മരണം നമുക്ക് മുന്നിൽ കാണാൻ വേണ്ടി പറ്റും. സോ എൻ്റെ കൂടെ ഇന്ന് ഇവിടെ ഉള്ളത് മിസ് അതുല്യാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഫീമെയിൽ കൊമേഴ്ഷ്യൽ ഡൈവറാണ്. താങ്ക് യു സോ മച്ച്. ദ വാം വെൽക്കം. സോ എങ്ങനെയാ തുടങ്ങണ്ടേ, എന്താ തുടങ്ങണ്ടേ, പറഞ്ഞോളൂ. എന്താണ് അറിയേണ്ടത്? ആരാണ് മിസ് അതുല്യ? എവിടുന്നാണ്, എങ്ങനെയാണ്? ഓക്കെ, എവിടുന്നാണ്, എന്താണല്ലേ, എവിടുന്നാണ് കെട്ടും പണ്ടൊക്കെ ആയിട്ട് വന്നതെന്നായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഫൈൻ. ഞാൻ കേരളത്തിൽ, ഈ ഹെയർ സ്റ്റൈലൊക്കെ കാണുമ്പോൾ വിചാരിക്കും വേറെ എവിടെയെങ്കിലും ആണെന്ന്. അല്ല, ഞാൻ കേരളത്തിലാണ്. ആളുകൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ആഫ്രിക്കയിൽ നിന്നാണോ വന്നതെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. ആഫ്രിക്കയായിട്ട് കണക്ഷൻ ഉണ്ട്, നമ്മൾ അതിലേക്ക് വരാം. ബട്ട് ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ പാലക്കാട് പട്ടാമ്പി എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ടൗൺ ആണെന്ന് വെച്ചാൽ ടൗൺ ആണ്, ഗ്രാമമാണെന്ന് വെച്ചാൽ ഗ്രാമമുണ്ട്. ഞങ്ങൾക്ക് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നാടാണ്. അതിൽ തന്നെ അവിടെയും ചെറിയൊരു ഗ്രാമത്തിലുള്ള കരുവാൻപടി എന്നുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. കരുവാൻപടി, അതിമനോഹരമായിട്ടുള്ള ഒരു ഞങ്ങളുടെ നാട് അങ്ങനെ തന്നെ പറയാം. പാലക്കാട് എന്ന് പറയുമ്പം ആരും മലയാളികൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലവും കൂടിയാണ്. ഡെഫിനറ്റ്ലി അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താ പറയുക, നമ്മളൊക്കെ ഒന്ന് എപ്പോഴും ഈ ബിസി ലൈഫ് എന്നൊക്കെ ഒന്ന് മാറി. ഞാൻ തന്നെ ഇപ്പോൾ എപ്പോഴും കുറച്ചൊരു ബിസി ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഓക്കെ 2 days വീട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നൊരു സമാധാനം വേറെ എവിടെയും കിട്ടില്ല. അത്രയും പീസ്ഫുള്ളാണ് നമ്മുടെ ഒരു പ്രദേശം, അല്ലെങ്കിൽ പാലക്കാട് എന്ന് പറയുന്നത്. ബ്യൂട്ടിയാണ്, നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ഉണ്ട് നമുക്ക്. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ഇല്ല. യെസ്, പാലക്കാട് പോലെ തന്നെ കുറേ കാടും മലകളും എന്താ പറയാ, ഒരുപാട് കൃഷിയൊക്കെ ആയിട്ടുള്ള. ഇത് സ്ഥലം എങ്ങനെയാ, തമിഴ്നാട് ബോർഡർ സൈഡ് ആണോ അതോ കേരള? ഇല്ലില്ല, ഞാൻ പട്ടാമ്പി എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ചും കൂടിയും മലപ്പുറം, കോഴിക്കോട്, പിന്നെ തൃശ്ശൂര്, ആ ഒരു സെന്റർ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇങ്ങോട്ടേക്കാണ്, ഈ സൈഡിലേക്കാണ് ഞങ്ങളുടെ ബോർഡർ വരുന്നത്. സോ കമ്മിങ് ടു ദ ടോപ്പിക്, ലൈക്ക് ഫീമെയിൽ ഡൈവർ ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഫീമെയിൽ ഡൈവർ ആണ്. സോ അത് കമ്മിങ് ടു ദാറ്റ്, എന്താണ് അതില്? ഓക്കെ, ഞാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ കൊമേഴ്ഷ്യൽ ഡൈവറാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഫീമെയിൽ ഒരു പ്രൊഫഷണൽ സ്കൂബ ഡൈവിംഗ് കരിയർ ചൂസ് ചെയ്തേക്കുന്നത്. യെസ്, കരിയർ എന്ന് പറയുന്നത് തന്നെ ഡൈവിംഗ് ആണ്. ഡൈവർ അല്ല, എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഡൈവർ അല്ല മീൻസ് ഡ്രൈവർ അല്ല, ഞാനൊരു ഡൈവറാണ്. ആറിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്താണ് നമ്മൾ ഡൈവിംഗ് ആണെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഡ്രൈവർ ആണോ എന്നുള്ളത് എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ഒരു ഇതാണ്. പക്ഷെ നമ്മളത് ഭയങ്കര ഫണ്ണായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, അങ്ങനെയല്ല, ഇതാണ് എന്നുള്ളത്. ആറാണ് ചെറിയൊരു പ്രശ്നം വരുത്തുന്നതെന്ന് പറയും. സോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്, ഭയങ്കര വേർഡ്സിന് തമ്മിൽ തന്നെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ഇതായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ടുള്ളതാണ്. സോ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. സോ ഡൈവിംഗ് ആണ് അപ്പോൾ പ്രൊഫഷൻ. ലൈക്ക് എങ്ങനെയാണ് ഡൈവിംഗിലേക്ക് എത്തിയത്? എന്താണ് ഡൈവിംഗ് എന്ന ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ റീസൺ? എനിക്ക് എൻ്റെ നമ്മളെല്ലാവരുടെ ചോദിക്കുന്ന പോലെ വാട്ട്സ് യുവർ അംബീഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലാണെങ്കിലും എനിക്കൊരു ഇതാവുന്ന ഒരു ബോധം ചെയ്യുന്നവരൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് യെസ്, എനിക്ക് പോലീസ്, ആദ്യം എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു. പിന്നെ എന്നെ തന്നെ നമ്മൾ വിലയിരുത്തുമല്ലോ, ഓക്കെ വേണ്ട, ഏതിലേക്കാണ് കുറച്ചും കൂടി എന്ന് വെച്ചാൽ എനിക്ക് പോലീസിൽ പോകണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജീവിതം പല രീതിയിലും പല ഇതിലൊക്കെ അങ്ങനെ പോയിട്ട് അവസാനം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫീൽഡായിരുന്നു ഡൈവിംഗ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്ന കേട്ടോ. ഞാൻ പഠിച്ചതൊക്കെ വുമൻസിലാണ്. +2 മുതൽ ഞാൻ വുമൻസിലാണ് പഠിച്ചതൊക്കെ. സോ അപ്പം ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുരുഷന്മാരോട് ഇച്ചിരി ഒരു വിരോധമുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പം അങ്ങനെയല്ല,
ഫെമിനിസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ആ ഒരു ഫെമിനിസം പൊട്ട തെറ്റാണെന്നുള്ളത് പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു. പക്ഷെ അന്ന് ഞാനൊരു പക്ക എന്താ പറയുക, ഓക്കെ, അവർ ചെയ്യാത്ത ജോലി അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് അത് ചെയ്യണം, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട്, എന്നാൽ ഞാനൊന്നും ചെയ്തിരുന്നൊന്നുമില്ല. ബട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഞാൻ തൃശ്ശൂർ സെൻറ് മേരീസിലാണ് പഠിച്ചത്, വുമൺസിൽ. സെക്കൻഡ് ഇയർ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ HOD ജിജി ഫ്രാൻസിസ് ഞങ്ങൾക്ക് ജെൻഡർ സ്റ്റഡീസ് എന്നുള്ളൊരു ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും ചെയ്യുന്ന ജോലികളിലായിക്കോട്ടെ, അവർ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും അതിൽ കിടന്ന് വന്ന ഒരു ടോപ്പിക്കായിരുന്നു. ഏറ്റവും കൂടുതലും സ്ത്രീകളുടെ സാന്നിധ്യം ഇല്ലാത്ത കുറച്ച് മേഖലകളുണ്ട്. സ്കൂബ ഡൈവിംഗ് ആയിക്കോട്ടെ, സ്കൈ ഡൈവിംഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. ആ രണ്ട് വേർഡ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഡൈവിങ് എന്നുള്ളൊരു സംഭവം എന്താണ് എന്നുള്ളത്, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഓക്കെ ഇതെന്താ ഇവർ മാത്രം ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള രീതിയിൽ അങ്ങനായിട്ടാണ് ഞാൻ ജോബിനെ കുറിച്ച് അപ്പം തന്നെ ഓൺലൈൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കേരളത്തിലുള്ളതാണ് നോക്കിയത് പെട്ടെന്ന് തന്നെ. ഞാൻ അങ്ങനെ കോവളത്താണ് ഞാൻ പഠിച്ചത്, ബോൺ സഫാരിയിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഞാൻ ഡൈവിംഗ് പഠിപ്പിക്കുന്ന കേരളത്തിൽ പല സ്ഥലത്തുണ്ട്, കൊച്ചിയിലുണ്ട്. കൊച്ചിയിലാണ് ഞാനൊരു 3 years ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്, അക്കോലിയോ. പിന്നെ അതിനു മുമ്പ് ഞാൻ പഠിച്ചത് ബോൺ സഫാരിയിലാണ്, കോവളത്തായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വെൽക്കമാണ് നമുക്ക് കിട്ടിയത്. ഒരിക്കലും അവർ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താനോ, അയ്യോ ഇതിങ്ങനെ ഇത്രയും കുറച്ചൊരു ഡിഫിക്കൽട്ട് ഇതാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ട, അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ പാലക്കാട് നിന്ന് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഇത് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ആ ഡൈവ് സെൻറ്ററിൽ മൊത്തം മീൻസ് അവിടുത്തെ അഡ്മിൻ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും, ഈ ഡൈവ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ബോയ്സ് ആയിരുന്നു. പഠിപ്പിക്കുന്നവരെല്ലാം ബോയ്സ് ആയിരുന്നു. അവിടെ നമുക്ക്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് പ്രശ്നമില്ല, ഓക്കെ ഞാൻ പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോയത്. പക്ഷെ അമ്മയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്നല്ല, ഒരു ആസ് എ പാരന്റ് എന്നുള്ള ഒരു രീതിയിൽ ഒരു കൺസേൺ. അമ്മ പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്ക് ക്വിറ്റ് ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആൾ പറഞ്ഞു എന്തായാലും വന്നതല്ലേ, അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം, ആൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ആ ഒരു ഫീൽഡിലേക്ക് ഫസ്റ്റ് ടൈം പോകുന്നതും ക്ലാസ് ബിഗിൻ ചെയ്യുന്നതും കോവളത്തു നിന്നാണ്. പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന എൻ്റെ ആ ഒരു പൊട്ട ഫെമിനിസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന ഒരു ഫെമിനിസം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിമറിക്കാൻ എന്തായാലും ഡൈവിങ്ങിലുള്ള എല്ലാവരും ഭയങ്കര ഒരു കാരണമായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും അവരെ പോലെ ആവണം, അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അവർ ചെയ്യുന്ന വർക്കിൻ്റെ ഹെവിനെസ്, എന്തുകൊണ്ട് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ അത് തിരഞ്ഞെടുക്കുന്ന വർക്ക് ഭയങ്കര ഹെവിയാണ്. ബട്ട് നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര രസമായിട്ട് ഒരിക്കലും നമുക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല ആ ഒരു ജോബിൽ നിന്ന്, എന്തൊക്കെ വന്നാലും. ഇപ്പോൾ ഈ ഒരു ജോബിൽ എന്ന് വെച്ചുമ്പോൾ ഔട്ട്സൈഡാണ് നമ്മുടെ വർക്ക് മൊത്തം വരുന്നത്. ഒരു റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, മഞ്ഞാണെങ്കിൽ മഞ്ഞ്, തണുപ്പാണെങ്കിൽ അങ്ങനെ എല്ലാം സഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പോയാലും നമ്മൾ ആ ഒരു ക്വിറ്റ് ചെയ്യാൻ തോന്നാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോബിനോടുള്ള ആ ഒരു ഇഷ്ടം, ഓരോ ദിവസം അടുത്ത ഡൈവ് ചെയ്യാലോ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ഇഷ്ടം, പാഷൻ എന്നൊക്കെ പറയാം. അതാണ് നമ്മളതിനെ ഇപ്പോഴും ഇങ്ങനെ അതിലിങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പഠിക്കാൻ പോയി, പാലക്കാട് നിന്ന് ട്രിവാൻഡ്രത്ത് പഠിക്കാൻ വന്നു, കോളത്ത്. എന്തായിരുന്നു പഠിത്തം, ലൈക്ക് എന്തെങ്കിലും ക്ലാസ്സസ് ഒക്കെ? ഇതിപ്പോൾ നമ്മൾ നമുക്ക് സ്കൂബയുടെ ആണെങ്കിലും കൊമേഴ്ഷ്യലിൻ്റെ നമുക്കിതൊരു പ്രൊഫഷനാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ചില ആളുകൾ, നമുക്ക് കുറേ ആളുകളുണ്ടായിരിക്കും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ക്രേസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ഡൈവിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ പഠിച്ചിട്ട് പോകുന്ന ഒരു ഇതുണ്ടായിരിക്കും. നമ്മളൊരു പ്രൊഫഷനായിട്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ഘട്ടങ്ങളാണ് ഈ ഒരു പ്രൊഫഷണൽ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ വാട്ടർ. സ്കൂബ ഡൈവിംഗ് പഠിക്കുന്നത് തന്നെ 2 ടൈപ്പാണുള്ളത്. അല്ല, ഡൈവിങ്ങിൽ തന്നെ 2 ടൈപ്പാണ് ഉള്ളത്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കൊമേഴ്ഷ്യൽ ഡൈവിങ്, ഒന്ന് സ്കൂബ ഡൈവിങ്. സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിക്രിയേഷണൽ ഏരിയ ആണ്. അവിടെ എന്ന് പറയുന്നത് വിദേശത്തുള്ളവർ വരുന്നു, വിനോദസഞ്ചാരികൾ വരുന്നു. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട്, ഓക്കെ മൂന്നാർ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ
കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ കാണാൻ വരുന്ന അഡ്വഞ്ചറസ് മൈൻഡുള്ള ഒരുപാട് ആളുകളുണ്ട്. സോ നമ്മൾ അവരെ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ PhD ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. സോ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വരുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു വിടുന്നു. അങ്ങനെ അണ്ടർ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ടൂറിസം മേഖലയിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നു. ഇനി അതിന് വേറൊരു കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നതാണ് കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കാണ്. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വർക്കും നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ചെയ്യുന്നു. അത് പെട്ടെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ എന്താണ് കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഒരൊറ്റ ഇത് പറഞ്ഞാൽ മതി, അണ്ടർ വാട്ടർ വെൽഡിങ് എന്നൊക്കെ കേട്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഓക്കെ അതാണോ എന്നുള്ളത്. ശരിയാണ്, നമ്മൾ അണ്ടർ വാട്ടറിൽ പോയിട്ട് വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുന്നു. എന്ത് വർക്കും എന്തും ഇപ്പോൾ ഒരു മരത്തിൻ്റെ പീസ് കിടക്കുന്നുണ്ട്, എന്തിനെങ്കിലും ഒരു തടസ്സമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ചേട്ടന്മാർ എങ്ങനെയാണോ മരം മുറിച്ചിട്ട് അത് മാറ്റുന്നത്, അന്ന പോലെ തന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നു. പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ സത്യം പറച്ച വാർക്കപ്പടി എല്ലാം നമ്മൾ അണ്ടർ വാട്ടറിൽ ചെയ്യും. അതാണ് നമ്മൾ ലാൻഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇതെന്ന് പറയുമ്പോൾ സ്കൂബയിൽ നമ്മൾ അങ്ങനെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നില്ല. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ പവർ വർക്കാണ് നമ്മൾ സംഭവിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, കൊമേഴ്ഷ്യലും ഉണ്ട്, റിക്രിയേഷണലും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഒരാൾക്ക് ആദ്യമായിട്ട് പഠിക്കാൻ പോകണം, ഓക്കെ, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതൊരു പ്രൊഫഷനായി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിനോട് ഒരു പാഷൻ വേണം. ഓക്കെ, ഫോഴ്സ്ഫുള്ളി ആരും വരേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ട ഒരു ജോബും അല്ല. പാരൻസ് ഫോഴ്സ്ഫുള്ളി ഇതാക്കിയിട്ടു അങ്ങനെയല്ല, കണ്ടെത്തിയിട്ട് ഈ ഒരു ജോബിനെ പറ്റി അറിഞ്ഞ് എനിക്ക് വെള്ളത്തിനോട് പാഷനുണ്ട്, വെള്ളം എനിക്കിഷ്ടമാണ്, ഒരു തവണ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കയറിയിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്ന് പറയില്ലേ, കഷ്ടപ്പെട്ട് ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് സ്വിമ്മിങ് എന്തായാലും അറിഞ്ഞിരിക്കണം, കാരണം വാട്ടറിലുള്ള പരിപാടിയാണ്. സോ സ്വിമ്മിങ് അല്ലല്ല, ബേസിക് അല്ല, നമുക്ക് അതിനുള്ള സ്വിമ്മിങ് ടെസ്റ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ സ്വിമ്മിങ് പക്കായിട്ട് അറിഞ്ഞിരിക്കണം ഇതൊരു പ്രൊഫഷനാക്കി എടുക്കുകയാണെങ്കിൽ. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് നമുക്ക് ഓപ്പൺ വാട്ടറാണ്. അതായത് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഓപ്പൺ വാട്ടറിൽ പഠിക്കുന്നത്. 18 മീറ്റേഴ്സ് പോകാനുള്ള, അതായത് 18 മീറ്റേഴ്സ് പോകാനുള്ള ലൈസൻസാണ് നമുക്ക് കിട്ടുന്നത്. അതായത് പാഡിയുടെ സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓസ്ട്രേലിയയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. സോ ഒരു എങ്ങനെ പറയുക, വേൾഡ് വൈഡ് നമുക്ക് പോയിട്ട് വർക്ക് ചെയ്യാനുള്ള പെർമിഷനാണ് നമുക്ക് കിട്ടുന്നത്, പാഡിയുടെ അണ്ടറിൽ കിട്ടുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ വാട്ടർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു കുട്ടി എങ്ങനെയാണോ പിച്ച വെച്ച് നടക്കുന്നത് അല്ലേ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം കടൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് പുതിയൊരു ലോകമാണ്, നമ്മളെല്ലാവരും കരയിൽ ജീവിച്ച ആളുകളാണ്. സോ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഒരു ഡേയുടെ പകുതി ഭാഗം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭാഗം നമ്മുടെ ലൈഫ് പിന്നെ വെള്ളത്തിൻ്റെ അടിയിലാണ്. സോ അതെന്ന് പറയുന്നത് വേറൊരു ലോകം, 2 ലോകമാണ് നമുക്കുള്ളത്, ഒന്ന് കരയിലും അതുപോലെ തന്നെ കടലിലും. ലൈക്ക് നമ്മൾ പറയില്ലേ ഉഭയജീവികൾ എന്നൊക്കെ പറയില്ലേ, കരയിലും കാണാം വെള്ളത്തിലും കാണാം, അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ആക്ച്വലി ഡൈവിങ്ങിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ വാട്ടർ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ. അഡ്വാൻസ് ഓപ്പൺ വാട്ടറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നമുക്ക് 30 മീറ്റേഴ്സ് പോകാനുള്ള ലൈസൻസാണ് കിട്ടുന്നത്. അത് ആക്ച്വലി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ എന്താ പറയുക സ്പെഷ്യാലിറ്റി കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി പോലെ ഉണ്ട്, ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഫോട്ടോഗ്രാഫി. ഇപ്പം എല്ലാവരും ട്രെൻഡിൻ്റെ കൂടെ പോകുന്ന ആളുകളാണല്ലോ. സോ നിങ്ങൾ ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ്, എല്ലാവരും ഒരേ വർക്കാണ് ചെയ്തത്, കുറച്ചും കൂടി ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പൺ വാട്ടറും അഡ്വാൻസും ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഫോട്ടോഗ്രാഫിയും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് ബോയിൻസി ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കേണ്ടത്, ആംഗിളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അഡ്വാൻസിൽ പഠിപ്പിക്കുന്നു. അതിൽ ഒരുപാടുണ്ട്, നാവിഗേഷൻ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വരുന്നത് EFR ആണ്, എമർജൻസി ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ളത്. അത് മെയിനായിട്ട് നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞു വെള്ളത്തിലായിരിക്കും എന്നുള്ളത്. നമ്മൾ കരയിലാണ് നമുക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഓടിക്കൂടാനും ടൈം ലാഗ് ഇല്ല അവിടെ അല്ലേ. നമ്മുടെ എല്ലാവരുടെയും മനുഷ്യന് എന്താണ് ടൈം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ
ആളുകൾ ഓടിക്കൂടാനും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താനുള്ളൊരു സമയമുണ്ട്. പക്ഷെ അതേ സമയം നമ്മൾ ചിലപ്പോൾ കടലിൻ്റെ കുറേ ഉള്ളിലേക്കായിരിക്കും നിന്നിരിക്കുക. അവിടുന്ന് എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഫസ്റ്റ് അവർ തന്നെ കെയർ ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EFR എന്നുള്ളൊരു കോഴ്സും കൂടെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നു. EFR കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറല്ല, ബട്ട് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് റെസ്പോണ്ടറായിട്ട് നമ്മൾ മാറും. നമുക്ക് ആ ഉള്ള ഒരു ധൈര്യം, നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് അതിൽ ഇട്ട് കൊടുക്കും. ഓരോ ഇൻസിഡൻറ്റും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിട്ട് വിടുന്ന ഒരു ഘട്ടമാണ് EFR എന്ന് പറയുന്നത്. ഐ മീൻ 3rd സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് റെസ്ക്യൂ ഇത് തന്നെയാണ്. നമ്മുടെ സ്വയം രക്ഷയ്ക്കും നമ്മുടെ കൂടെയുള്ള ആളുകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്ക്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ പഠിപ്പിക്കും. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഡൈവ് മാസ്റ്റർ, അതായത് A to Z കാര്യങ്ങൾ, ഓപ്പൺ വാട്ടർ മുതൽ ബാക്കി അങ്ങോട്ടേക്കുള്ള തിയറി പോർഷൻസ് ആയിക്കോട്ടെ, പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജാണ് ഡൈവ് മാസ്റ്റർ എന്ന് പറയുന്നത്. ആ ഡൈവ് മാസ്റ്ററും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 മീറ്റർ പോകാനുള്ള ലൈസൻസാണ് കിട്ടുന്നത്. വേൾഡ് വൈഡ് നമുക്ക് എവിടെ പോയിട്ടും 40 മീറ്റർ ഡൈവ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുന്നു. ഈ 40 മീറ്റർ എന്ന് പറയുന്നത് നോർമലി ഒരു മനുഷ്യന് പോകാൻ പറ്റുന്ന അത്രേ ഉള്ളൂ? അങ്ങനെയല്ല, ഇപ്പോൾ സ്കൂബയുടെ ഒരു പരിധി എന്ന് പറയുന്നത് 40 മീറ്റർ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എമർജൻസിക്ക് വേണമെങ്കിൽ 42 മീറ്റർ വരെ പോവാം. അതും എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ, അത്ര എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം 42, അതല്ലെങ്കിൽ നമ്മൾ 40 മീറ്റർ വെച്ചിട്ട് ഡൈവ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷനായി നമുക്ക് ഇതുപോലെ ഒരുപാട് വാട്ടർ ബോഡീസ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഡൈവ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, അവിടെ പോയിട്ട് വർക്ക് ചെയ്യാം, ഗസ്റ്റിനൊക്കെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഇൻസ്ട്രക്ടർ ലെവലാണ്. നമ്മൾ അതൊക്കെ അത് ഉണ്ട്. പിന്നെ കോഴ്സ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് ഇതിൽ. നമ്മളവിടെ തന്നെ എത്തിപ്പെടണം. നമുക്ക് ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ നമ്മൾ എന്തായാലും എത്തും. അങ്ങനെയാണ്. ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 സ്റ്റേജിനെ പറ്റി പറഞ്ഞില്ലേ, പെട്ടെന്ന് അതിൻ്റെ ആ ഒരു 5 സ്റ്റേജിൽ നിന്ന് ലൈക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓപ്പൺ വാട്ടർ, സെക്കൻഡ് സ്റ്റേജ് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ, തേർഡ് എന്ന് പറയുന്നത് EFR ആൻഡ് റെസ്ക്യൂ, ഡൈവ് മാസ്റ്റർ. അതിനുശേഷം വരുന്ന ഇതാണ് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇൻസ്ട്രക്ടർ ലെവൽ, കോഴ്സ് ഡയറക്ടർ, അങ്ങനെ 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 ആയിട്ട് ഒരുപാട് സാധ്യത. ഇപ്പം ഞാൻ ഡൈവ് മാസ്റ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊമേഴ്ഷ്യലിലേക്ക് പോകുന്നത്. ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ. എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ് ക്വാളിഫിക്കേഷൻ ഒക്കെ ആയി. ലൈക്ക് അപ്പോൾ എവിടെ നിന്നാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്? കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിത്തം കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് പോസ്റ്റിങ് ആൻഡമാനിലായിരുന്നു ഞാൻ പിന്നീട് അങ്ങോട്ട് വർക്ക് ചെയ്തത്. അതിനുശേഷം തിരിച്ച് കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ ഞാൻ അക്വേലിയയിൽ 1 ഇയർ ഉണ്ടായിരുന്നു. ഡൈവിങ് അതായത് ഇതന്നെ അവിടെ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഏരിയ അല്ല. അവിടെ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനെക്കാട്ടിയും കൂടുതൽ വിദേശികളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഉണ്ടായിരിക്കുക. സോ നമ്മൾ അവരെ തന്നെ ചിലർ കോഴ്സ് ചെയ്യാൻ വരുന്നവരുണ്ടായിരിക്കും, എന്നാലും കൂടുതലായിട്ട് നമുക്ക് ടൂറിസ്റ്റുകളായിട്ട് ഉണ്ടായിരിക്കും. അവരെ നമ്മൾ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയുള്ളത്. പിന്നീട് അതിന് ശേഷം കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കയറിയത്, അതായത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. 3 ഇയേഴ്സ് അവിടെ തന്നെയായിരുന്നു. അവിടെ മെയിനായിട്ട് നമുക്ക് ഗസ്റ്റിനെക്കാട്ടിയും കൂടുതൽ സ്റ്റുഡൻസ് ആയിരിക്കും. സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ചിറക്കി വിടുന്നു, ഇതുള്ളൊരു പ്രൊഫഷനാക്കി കൊടുക്കുന്നു. ദെൻ അതിനുശേഷം കൊച്ചിയിൽ നിന്ന് പിന്നീടാണ് ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് എനിക്കൊരു ഇതുപോലെ ഒരു ഓഫർ വന്നിട്ട് 3 ഇയേഴ്സ് ഉണ്ടായിരുന്നു. 3.5 ഇയേഴ്സ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം എത്ര സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ടാവും? കേരളത്തിൽ അങ്ങനെ സ്കോപ്പ് ഉണ്ടോ അതിന്? അതായത് ഞാൻ പറയട്ടെ, മറ്റ് ഇതിനെക്കാട്ടിയും കമ്പാരിറ്റീവ്ലി കുറവാണ് ആക്ച്വലി. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ബാച്ച് വൈസ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ചിലപ്പോൾ വരുന്ന ഒരു കുട്ടിയായിരിക്കാം, ചിലപ്പോൾ 2 കുട്ടികളായിരിക്കാം. അവർ വരുന്ന ഡേറ്റ് ചിലപ്പോൾ ഒന്നായിരിക്കില്ല. സോ ആരെ നമ്മൾ എൻക്വയറി ചെയ്താലും അടുത്ത ബാച്ച് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല പറയുക, ഇത് നിങ്ങൾ വന്നോളൂ, എനി ടൈം നിങ്ങൾക്ക് വരാം. പേഴ്സണലായിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഓരോരുത്തർ വന്നാൽ അവരുടെ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളൊരു ബാച്ചിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യത്തൊന്നുമില്ല. അതിൻ്റെ കാരണം അതാണ്, കമ്പാരിറ്റീവ്ലി ആളുകളുടെ എണ്ണം കുറവാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. കൗണ്ട് ചെയ്യാൻ അങ്ങനെ അറിയില്ല, എന്തായാലും എന്നാലും ഉണ്ടാവും, ഉണ്ട്, പിള്ളേരുണ്ട്, നോ പ്രോബ്ലം. പക്ഷെ എത്രയാന്നൊക്കെ ചോദിച്ചാൽ അതറിയില്ല കേട്ടോ. ഓക്കെ, ഇപ്പം ക്ലാസ് എടുത്തു 3 ഇയേഴ്സോളം ഇവിടെ കൊച്ചിയിൽ ക്ലാസ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കൊമേഴ്ഷ്യലിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ വരുന്നത്. ആക്ച്വലി അതും ഭയങ്കര എന്താ പറയുക, കോയിൻസിഡൻസ് ആയി സംഭവിച്ചതാണ്. അതൊരു സ്റ്റോറിയാണ്, പറയട്ടെ.
യാ അത് കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ ജാക്ക് ഡൈച്ചസ്റ്റ് അവർ സൗത്ത് ആഫ്രിക്കയിലാണ് ഇംക സർട്ടിഫിക്കേഷൻ കൊമേഴ്ഷ്യലിൻ്റെ ഇംക സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ ആക്ച്വലി കേരളമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. നമ്മൾ കൊച്ചിയിലത്തെ ഡൈ സെൻറ്ററിൽ നമ്മൾ കൊമേഴ്ഷ്യലിൻ്റെ ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇംക സർട്ടിഫിക്കേഷൻ ഒന്നും അല്ല, ജസ്റ്റ് എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ ഇംക. ഇംക. യാ സോ എന്താ പറയുക, നമ്മൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഓക്കെ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൈ സെൻറ്ററിലേക്ക് വന്ന് നമ്മൾ അവരെ നന്നായിട്ട് തന്നെ നമ്മളവരെ വെൽക്കം ചെയ്തു. നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ തന്നെ നമ്മൾ മറ്റേ ടെൻഡർ കോക്കനട്ട് ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ കൊടുത്ത് അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു നമ്മൾ അവരെന്നെ വെൽക്കം ചെയ്തതിലൊക്കെ. ദെൻ എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു. തിരിച്ചു പോയി അവർ. തിരിച്ചു പോയതിന് ശേഷം പിന്നീട് എപ്പോഴോ, ഞാൻ ഫേസ്ബുക്കും അങ്ങനെ ഓപ്പൺ ചെയ്യാത്ത ഒരാളാണ്, എപ്പോഴും ഞാൻ എന്തിനോ വേണ്ടിയിട്ടൊന്ന് ചുമ്മാ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും നോക്കാറേ ഇല്ല. ഞാൻ മെസ്സേജ് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടുത്തെ ലേഡിയുടെ, അതായത് അവിടെ വന്നിട്ടുണ്ടായിരുന്ന ആൾട്ട ബെനലിൻ്റെ മെസ്സേജ് ഞാൻ കാണുന്നത്. ആ മെസ്സേജ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1 വീക്കോ 2 വീക്കോ എന്തോ ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവർ ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ട് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. ഡൈവിങ്ങിലേക്ക് വന്നിട്ടുള്ള ഏതൊരാളുടെയും ആഗ്രഹമാണ് കുറച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലേക്ക് പോകണം എന്നുള്ളത്. കാരണം മണി ഏൺ ചെയ്യണം. സോ ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആവണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കും. എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം. പക്ഷേ ഫിനാൻഷ്യലി അന്ന് ഞാൻ സ്റ്റേബിൾ ആയിരുന്നില്ല. എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ എല്ലാം അതൊക്കെ ഓക്കെ ആക്കി. സേവിങ്സ് ആയിട്ട് വലിയൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കണമായിരുന്നു കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിന്. ഏകദേശം ഒരു 12-13 ലക്ഷം രൂപ വരും ഇത് കോഴ്സ് ചെയ്യാൻ ചിലവ് ഉണ്ട്. സോ അത്രയൊരു എമൗണ്ട് അന്നത്തെ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചും കൂടിയൊക്കെ വർക്ക് ചെയ്തിട്ട് സേവിങ്സ് ആയിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് അവരോടത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് പറഞ്ഞു, ഫിനാൻഷ്യൽ ഇഷ്യൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം ഞാനില്ല, കുറച്ചും കൂടി ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, നമ്മൾ അതുല്യനെ കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്ത് കൊണ്ടുപോവുകയാണ്, നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ ഡ്രൈവർ വേണം എന്നുള്ള രീതിയിൽ. അത് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇതെന്താ ദൈവമേ ശരിക്കും തന്നെയാണോ എന്നൊക്കെ വെച്ച് ഞാൻ അപ്പുറത്തുള്ളവരുടെ ഒക്കെ ചോദിച്ചു. ഭാഗ്യം നമ്മളെ തേടി. ആ അതെ, അങ്ങനെ തന്നെ പറയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയത്. ഫേക്ക് ആണോ ഇനി ഉള്ളതാണോ, ഞാൻ പറ്റിക്കപ്പെടുകയാണെന്നൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒന്നും കൂടി പ്രൊഫൈലൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിയത് ഓജിയാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തുള്ള എടോ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അവരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഓക്കെ തനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അങ്ങോട്ട് അതിലേക്കുള്ള ജേണി ആയിരുന്നു. ഞാൻ ഇവിടുന്ന് സൗത്ത് ആഫ്രിക്ക പോയി, അവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതും ഇതുപോലെ തന്നെ നമുക്ക് എത്ര നാളത്തെ കോഴ്സ്? അത് 3 months തന്നെ നമുക്ക് കോഴ്സ് വരുന്നത്. അതിലും ഇങ്ങനെ ഘട്ടങ്ങളായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ക്ലാസ് 4, ക്ലാസ് 3 ആൻഡ് ക്ലാസ് 2. ക്ലാസ് 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് ഡൈവറായി. അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക വരെ എത്തിയിട്ടുള്ള കഥ. സൗത്ത് ആഫ്രിക്കയിൽ അപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രം പോയതല്ല, പിന്നെ അവിടെ ജോലി ചെയ്തു. അതായിരുന്നു എൻ്റെ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. അവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ നമുക്ക് ജോലി. ഇന്റേൺഷിപ്പ് എന്ന് പറയാം, അങ്ങനെയും നമുക്ക് പറയാം. ബട്ട് സാലറിയോട് കൂടിയിട്ടുള്ള എന്തായിരുന്നു. എത്ര നാൾ വർക്ക് ചെയ്തു? ഇപ്പൊ ഞാൻ 1 year കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്തു. ഇനി ഇപ്പൊ വേറൊരു പ്രൊജക്ട് ഉണ്ട്, അതും കൂടെ ചെയ്തിട്ട് ഇനി തിരിച്ചു പോകുന്നു. നമ്മളെപ്പോഴും ഈ ഒരു ജോബിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. നമ്മളങ്ങനെ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ബോറിങ് തോന്നും നമുക്ക്. കുറെ കാലമായി ഇവിടെ തന്നെ, അല്ലെങ്കിൽ ഒരു ചേഞ്ചില്ല. എന്നെ സംബന്ധിച്ചോളം എല്ലാവരും എൻ്റെ ഇൻസ്റ്റൊക്കെ കാണുന്നവരെപ്പോഴും ചോദിക്കും, ചേച്ചിക്ക് എപ്പോഴും യാത്രയാണല്ലേ പണിയെന്ന് പറയും. അങ്ങനെയല്ല, എൻ്റെ ജോബാണ് എൻ്റെ യാത്ര. എൻ്റെ ജോബ് എനിക്ക് ഓരോ സ്ഥലത്ത് കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു. അത്രയാണ് അതിൻ്റെ ഒരു കാര്യമുള്ളൂ. സോ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്, ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ട്രാവലർ ഒന്നും അല്ല. എൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അടുത്ത സ്ഥലം പിക്ക് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് പോകുന്നു. ആഫ്രിക്കയിൽ പോവാന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എന്തായിരുന്നു? യെസ്, ഏറ്റവും വലിയ എല്ലാവർക്കും ഉണ്ടായത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ അവരെല്ലാവരും നിനക്ക് ആഫ്രിക്കൻ ലാംഗ്വേജ് അറിയുമോ എന്നുള്ളതാണ്. ഞാനും വിചാരിച്ച് ഇനിയിപ്പോൾ ആഫ്രിക്കാനൊക്കെ ഞാൻ പഠിക്കേണ്ടി വരുമോ എന്നുള്ളത്. അങ്ങനെയല്ല, അവിടെ എല്ലാവരും കോമൺ ആയിട്ട് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. സോ ഇംഗ്ലീഷിൽ നമ്മൾ ഓക്കെ ആയതുകൊണ്ട് ഫൈൻ, കുഴപ്പമില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ദൂരെയാണ്, അത് ആസ് എ പാരന്റ് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരൊരിക്കലും
പോവണ്ടെന്നോ നോ പറഞ്ഞിട്ടില്ല, ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. ബട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു ടെൻഷനും കൂടെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ അവരോട് പറയും, ഓക്കെ ഒരു ഡൈവിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോവുകയാണെങ്കിലോ ഞാൻ ഇന്ന സമയത്ത് പോവും. മൊബൈൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഈ ഒരു ജോബിന്റെ ഭാഗത്തിൽ നമ്മൾ മൊബൈലിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഇതിലേക്കോ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക്. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ ഫുൾ കോൺസെൻട്രേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, വെള്ളത്തിലൊരു ജോബ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ എടുക്കത്തില്ല. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് വരുമ്പോഴൊന്നും അവർ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പറയും, ഇങ്ങനെയുണ്ട്, ലാഗ് ആവും, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ, അവരതിൽ ഓക്കെയാണ്. അപ്പോൾ അവരത് യൂസ്ഡ് ആയി. അവർ ആക്ച്വലി അവൾ ഇങ്ങനെയാണ് എന്നുള്ളത് അവർ യൂസ്ഡ് ആയപ്പോൾ നോ പ്രോബ്ലം. വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യും. സോ ഫൈനാണ് എല്ലാം കൊണ്ട്. ഫാമിലിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അങ്ങനെ ഒരു ഇല്ല. അങ്ങനെ അവർ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ നോ പറയുക അല്ലെങ്കിൽ മുഖം തിരികെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജോബിനെ എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും മെൻ്റലി ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിട്ടിരിക്കേണ്ട ഒരു ജോബാണത്. നമ്മളെന്തെങ്കിലും ചിന്തിച്ച് നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ ജീവനും എന്നെ വിശ്വസിച്ചിട്ട് കടലിലേക്ക് പോകുന്ന ആളുടെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ സ്ട്രെസ് ഇല്ലാണ്ട് സുഖമായിട്ട് പോവുക. അതിന് ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. സോ ഐ ആം ഹാപ്പി. ഈ ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? ആക്ച്വലി സ്ട്രെസ്ഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ജോബാണ്. എനി ടൈം നമ്മുടെ മരണം നമുക്ക് മുന്നിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ജോബാണത്. സോ എങ്ങനെയാണ് സ്ട്രെസ് ഫ്രീ ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ എല്ലാ വിഷയത്തിലും ഇങ്ങനെ ഇടപെടാനോ അല്ലെങ്കിൽ അന്നൊന്നും നമുക്ക് വേറെ ഒരു ഇതില്ലല്ലോ. ഇപ്പം ഞാൻ എല്ലാത്തിനും അതായത് എല്ലാ പ്രശ്നങ്ങളും വിട്ട് ഞാൻ എൻ്റെ ജോബ്, എൻ്റെ കാര്യങ്ങൾ, വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, അതെങ്ങനെങ്കിലുമൊക്കെ പോയിക്കോളും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലെത്തി. പിന്നെ ഫാമിലി തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും ഒരാളും നമ്മുടെ അടുത്ത് ബാഡ് അടിച്ചിട്ടില്ല. മീൻസ് ഓ നീ എന്തിനാ വന്ന്, നിന്നെ കൊണ്ട് ഇത് പറ്റുമോ, അങ്ങനെയല്ല. ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ചേട്ടന്മാരും, ഇനിയിപ്പോൾ എൻ്റെ വയസ്സിന് താഴെയുള്ള അനിയന്മാരാണെങ്കിൽ എല്ലാവരും ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളെന്നെ വെൽക്കം ചെയ്തത്. അതന്നെ നമുക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട്, ഒരു പ്രചോദനമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നെഗറ്റീവ് ഇല്ലാണ്ട് പോസിറ്റീവായിട്ട് നമ്മളെ വെൽക്കം ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി. സോ അതൊക്കെ തന്നെയാണ് ഈ ഒരു ജോബിൻ്റെ ഒരു ഇത്. ഓക്കെ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇവരുടെ കൂടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിചാരിച്ചത് ആണുങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാം ഇങ്ങനത്തെ ഒരു ഇതാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അവരുടെ കൂടെ ഞാനിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഗേൾസിൻ്റെ കൂടെ അല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി പുരുഷന്മാരുടെ ഒരു ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. സോ എന്താണ് പുരുഷന്മാർ, എന്താണ് അവർ ഭയങ്കര സിമ്പിളാണ്. അവരെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗേൾസിനെക്കാട്ടിയും, എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഗേൾസിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബോയ്സാണ്. അതെൻ്റെ ആ ഒരു ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. സോ പിന്നെ എന്താ, എല്ലാവരും സപ്പോർട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്കിനാണെങ്കിൽ പോലും എത്രയായാലും അവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്ക് എന്തായാലും ഒരു അവർ ചിലപ്പോൾ ഒരു 1 മിനിറ്റിൽ തീർക്കണ ജോലി ഞാൻ ഒരു 2 മിനിറ്റ് എടുക്കുമായിരിക്കാം. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിനൊക്കെ നല്ല ഹെവിയാണ് എല്ലാം. സോ അതിൻ്റെ വെയിറ്റ് ആയിക്കോട്ടെ എല്ലാം കൊണ്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചില സമയത്ത് അവരൊക്കെ വന്നിട്ട് കംപ്ലീറ്റ്ലി അവർ ചെയ്യില്ല, അവരൊരു ജസ്റ്റ് ഒരു ഹെൽപ്പായിട്ട്, അതായത് അവളത് ചെയ്യണം, അവളത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും അവരാരും എൻ്റെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ട് എപ്പോഴും ആ ചേട്ടന്മാർ എന്നെ ഹെൽപ്പ് ചെയ്താൽ നെക്സ്റ്റ് പോണ സ്ഥലത്ത് അവിടെ അവരുണ്ടാവണം എന്നില്ല. സോ അവരെന്താ പഠിപ്പിച്ച് തരികയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന രീതിയിൽ അത് തെറ്റാകുമ്പോഴായിരിക്കും അത് കൂടുതൽ ഹെവി ആയിട്ട് തോന്നുന്നത്. സോ അവരതിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഓക്കെ ഞാൻ നെക്സ്റ്റ് ടൈം മുതൽ അത് ട്രൈ ചെയ്യും. സോ അതെനിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ എവറി ഡേ ഞാൻ എന്ത് ചെയ്യാണ്, ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ അടുത്തും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. എവറി ഡേ ആരെന്ത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അത് നല്ലതാണെങ്കിൽ ഞാൻ അത് എപ്പോഴും എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യാറുണ്ട്. സോ അതൊക്കെ അതിൻ്റെ ഒരു റീസൺ ആയിരിക്കാം മേ ബി. ഇപ്പോൾ ഒരു പുതിയൊരു പെൺകുട്ടിയിലേക്ക് കടന്നു വരുവാണെങ്കിൽ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഇതിനെ ഓക്കെ, ഒരു ലേഡി കടന്നു വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പുരുഷന്മാരുടെ ഇൻഡസ്ട്രിയാണ്. നമ്മൾക്ക്
ഒരുപാട് ഫെസിലിറ്റീസ് വേണം, എന്താ പറയുക, സ്പെഷ്യൽ ആയിട്ടുള്ള വാഷ്റൂം വേണം, അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂം വേണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, പല സാഹചര്യങ്ങളിൽ നമുക്കതൊന്നും കിട്ടില്ല. ഒരിക്കലും കിട്ടത്തില്ല. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി വരുന്നത് ചിലപ്പോൾ വല്ല കടലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഡാമിൻ്റെ വർക്കോ അല്ലെങ്കിൽ അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇതുപോലെ വാഷ്റൂം വേണം, വാഷ്റൂം ബേസിക് ആയിട്ട് കൊടുക്കുന്ന പോലെ കോമൺ ആയിട്ടുണ്ടായിരിക്കും. ഇല്ല ഞാൻ ഫീമെയിലിൽ മാത്രമേ കയറൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അത് നടക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഒരു എനിക്ക് സ്പെഷ്യലായിട്ട് ഡ്രസ്സ് മാറാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ മാറുന്നു, നമ്മളും അവിടെ നിന്നിട്ട് തന്നെ നമ്മളെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. അവരുടെ അടുത്തുനിന്ന് ഒരു ശല്യമില്ല. അവർക്കറിയാം ഈ കൂട്ടത്തിൽ ആകെയുള്ള ഒരു പെൺകുട്ടിയാണ് അത് നിൽക്കുന്നത്, അതിന് അവരെന്നെ മോശം കാണിക്കൂലല്ലോ. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നിൽക്കുള്ളൂ. ഞാനൊക്കെ ആഫ്രിക്കയിൽ ഫസ്റ്റ് ടൈം പോയ സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ, ഞാൻ നോക്കുക ദൈവമേ ഞാൻ എവിടെ ഡ്രസ്സ് മാറുന്നില്ല. അപ്പോൾ അവിടെ ഒരു സംഭവം ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാനെന്തിനാ അതിനെ അന്വേഷിച്ച് നടക്കണത്. അപ്പോൾ കുറച്ച് അവിടെ ഒരു താഴെയുള്ളൊരു ഭാഗമുണ്ട്. അന്ന് എൻ്റെ സുഹൃത്തുണ്ടായിരുന്നത് ഒരു നീഗ്രോക്കാരനായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്തോളാം, നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞപ്പോൾ അവനാണ് എനിക്കൊരു പ്രൊട്ടക്ഷനായിട്ട് അവിടെ നിന്നിട്ട് നീ ധൈര്യമായിട്ട് മാറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അങ്ങനെ എല്ലാവരും ഓരോ നിമിഷത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഓരോ ആളുകളുണ്ടായിരിക്കും. സോ എനിക്കത് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള മെൻറ്റാലിറ്റിയാണ്, എപ്പോഴും സേഫ്റ്റിയാണ്, എപ്പോഴും അങ്ങനെയാണെന്ന് വിചാരിച്ച് വരുന്നവർക്ക് ഈ ഇൻഡസ്ട്രി പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. എന്താണോ എനി ടൈം എപ്പോഴാണ് വർക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും ചിന്തിക്കണം, എപ്പോഴും ചിന്തിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കലി മെൻ്റലി നമ്മൾ ഓക്കെ ആയിരിക്കണം. മെൻ്റലി നമ്മൾ ഓക്കെ അല്ല, ഫിസിക്കലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ വെറുതെ നമ്മൾ പോയിട്ട് കുറേ പൈസ കളയാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല പിടിച്ചു നിൽക്കാനുള്ള ഒരു സാധനം ഉണ്ടല്ലേ, അതായത് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വിൽ പവർ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പല ടോക്ക് അല്ലെങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാർ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ പോലും ഇല്ല കുഴപ്പമില്ല ഞാൻ പിടിച്ചു നിന്നോളാം എന്ന് പറയേണ്ട ഒരു സാധനം ഉണ്ടായില്ല. ഇരുന്ന് കരഞ്ഞാൽ തീർന്നു. എന്നും നമ്മളെ ഊക്കാനേ ആൾക്കാരുണ്ടാവുള്ളൂ. അവർ പറയുന്നതനുസരിച്ച് കട്ടയ്ക്ക് നമ്മൾ നിൽക്കുക. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിക്കോളും ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ. സോ പിന്നീട് അത് ഒരു പ്രശ്നമില്ല. സോ അത്ര എനിക്ക് പറയാനുള്ളൂ. ആ ഒരു വിൽ പവർ എന്തായാലും വേണം. പിന്നെന്താ, പാരൻസിൻ്റെ അടുത്തും ഗേൾസിനായിട്ടുള്ള ഒരു സപ്പോർട്ട് വേണം. അങ്ങനെ വരണം കുറേ ആളുകൾ. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് എന്തായാലും പോകണം എന്നുള്ളത് എനിക്ക് എന്തായാലും എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ ഇൻസ്പയർഡ് ആയിട്ട് സംസാരിക്കാറുണ്ട്. കുറേ കുട്ടികൾ ഡൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇത് കണ്ടിട്ട്. സോ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ ഐ എം വെരി ഹാപ്പി. ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. പ്രൗഡ് മൈസെൽഫ് അങ്ങനെ തന്നെ പറയാം.